പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരാൻ വിചാരിച്ചു. ചെറിയൊരു ടോപ്പിക്കും എടുത്തിട്ടാണ് വന്നത്. അതായത് നമ്മളെ ജീവിത വിജയത്തിൽ നമ്മൾ പിന്തുടരേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് എന്തൊക്കെ നമുക്ക് ജീവിത വിജയത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി സാധിക്കും, അതായത് നമ്മൾ എന്തൊക്കെ നമുക്ക് ആൾക്കാരോട് പറയാൻ പറ്റും പറയാൻ പറ്റില്ല എന്നൊക്കെ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ പറയേണ്ടത് എന്നാൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അതായത് ജീവിതത്തിൽ എന്താണ്, നമ്മൾ വിചാരിക്കും അവർ നല്ലവരാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അവരോട് നമ്മൾ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പോകുന്നുണ്ടാവും അല്ലേ. പക്ഷേ അവരത് എന്താണ് ആ ഒരു രീതിയിലായിരിക്കില്ല എടുക്കുക എന്നാണ് എൻ്റെ അനുഭവങ്ങൾ കുറേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എന്താ പറയണ്ടേ, അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മളെ ചതിക്കാനൊക്കെ തയ്യാറാവും. നമ്മൾ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ചതിക്കും, ഇത് പോയിട്ട് വേറെ ആൾക്കാരോട് പറയും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ അവരോട് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ട് സംസാരിക്കുന്ന ഒരു സുഹൃത്താണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, വളരെ അമിതമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അയാളോട് നിങ്ങളുടെ സങ്കടങ്ങൾ അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ആളാണെങ്കിൽ അവരെല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഒരു വലിയൊരു ആത്മാർത്ഥത അതിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പിന്നെ വായടക്കി വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവരെല്ലായിടത്തും പോയിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമെന്നാണ് എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കും അല്ലേ, വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കും. നമ്മളറിയാത്ത കാര്യങ്ങൾ പോലും എന്താണ്, നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും പലരും പറയുന്നതും നമ്മളറിയാത്ത കാര്യം നമുക്ക് പറഞ്ഞു തരുന്ന അവസ്ഥ വരെ ഉണ്ടാവും. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ വ്യാജ സൗഹൃദം പുലർത്തുന്നവരുണ്ടാവും അല്ലേ. വെറുതെ എന്തെങ്കിലും അവരുടെ കാര്യലാഭത്തിന് വേണ്ടി മാത്രം നമ്മോട് സൗഹൃദം പുലർത്തുന്നവർ, വ്യാജ സൗഹൃദം എന്ന് പറയാം അതിലൊരു വലിയ ആത്മാർത്ഥതയൊന്നും നമുക്ക് ദർശിക്കാനൊന്നും സാധിക്കുകയില്ല. അങ്ങനെയുള്ള വ്യാജ സൗഹൃദം പുലർത്തുന്ന ആൾക്കാരോട് ഒരിക്കലും നമ്മൾ നമ്മുടെ രഹസ്യങ്ങളും പറയാൻ പാടില്ല, അതുപോലെ തന്നെ നമ്മുടെ സങ്കടം പറയാൻ പാടില്ല, സന്തോഷമൊന്നും പറയാൻ പാടില്ല. കാരണം അതൊന്നും അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല. അവർ ഒരു നല്ല രീതിയിലൊന്നും അത് എടുക്കുകയില്ല. വ്യാജ സൗഹൃദം പുലർത്തുന്നവർ നമുക്ക് മോശം വരണം, നമ്മൾ നശിക്കണം എന്ന് മാത്രമേ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ സങ്കടങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ. പിന്നെ എന്താണ് പറയുന്നത്, അതൊക്കെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ അതൊക്കെ മറ്റൊരാളോട് പോയിട്ട് വെളിപ്പെടുത്തും. അങ്ങനെ ആയിരിക്കും അവർ ചെയ്യുക, വ്യാജ സൗഹൃദമുള്ളവർ. കാരണം അവർക്ക് വലിയ ലാഭമൊന്നും ഇതിൽ കിട്ടാനില്ല അല്ലേ. എങ്കിൽ കൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേറൊരാളോട് പറഞ്ഞാൽ അവർക്ക് എന്തോ ഒരു സുഖം തന്നെയാണ് കിട്ടുന്നത് ഇങ്ങനെയുള്ള വ്യാജ സൗഹൃദങ്ങൾക്ക്. അപ്പോൾ അതിലും നമ്മൾ വീണുപോകാൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ എല്ലാത്തിനും കളിയാക്കുന്ന വ്യക്തികളുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും കളിയാക്കുന്നു നമുക്ക് അറിഞ്ഞും കൊണ്ട് പിന്നെ നമ്മൾ ഒരിക്കലും അവരോട് സങ്കടം പറയാൻ പാടില്ല. കാരണം അത് അവർക്കൊരു കളിതമാശയായിരിക്കും. നമ്മുടെ സങ്കടങ്ങൾ അവർ കളിതമാശയായിട്ടേ എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും ഈ പരിഹസിച്ച് ചിരിച്ച് കളിക്കുന്നവരോട് നമ്മൾ ഒരിക്കലും നമ്മുടെ വിഷമം പറയാൻ പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ളവരോട് നമ്മുടെ വിഷമങ്ങൾ പറയരുത്. അവരത് പരിഹസിച്ച് ചിരിച്ചിട്ടൊക്കെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞും അവർ ഉള്ളിൽ ചിരിച്ചുമൊക്കെ അതിനെക്കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളതിന് നമ്മൾ പോകാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, എല്ലാത്തിനും അസൂയ പുലർന്നു, അവർ നന്നാൻ പാടില്ല, ഓൾ നന്നാവാൻ പാടില്ല, എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാലൊക്കെ അസൂയ പുലർത്തുന്നവർ, അവരോടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ സങ്കടങ്ങൾ ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അങ്ങനെ ചെയ്യാനേ പാടില്ല. അസൂയാലുക്കളെ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എന്ത് തന്നെയായാലും നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഒരാളെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല അല്ലേ. പക്ഷെ നമ്മൾ എന്തായാലും നമ്മൾ കുറച്ച് അടുത്ത് കാണുന്ന ആൾക്കാരോടായിരിക്കുമല്ലോ നമ്മൾ പലതും ഷെയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവരെ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവരെ നമ്മൾ എന്തായാലും പഠിക്കും, അവരെ എങ്ങനെയാണ് ഏകദേശം എങ്ങനെയുള്ള ആളാണെന്നൊക്കെ മനസ്സിലാക്കും നമ്മൾ. അപ്പോൾ ഇതുപോലെ അസൂയാലുക്കളോടും നമ്മൾ ഒരിക്കലും നമ്മുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യരുത്. അതൊക്കെ നമ്മളെ വല്ലാതെ പ്രശ്നങ്ങളിലേക്കും ദുഃഖത്തിലേക്കും നമുക്ക് എന്നും സങ്കടം നമുക്ക് കൂടുതലാവാനൊക്കെ നമുക്കത് സാധിക്കുകയുള്ളൂ. നല്ലൊരു സുഹൃത്തിനോട് മാത്രമേ നിങ്ങൾ നല്ല കാര്യങ്ങളും നമ്മുടെ നല്ലതും സങ്കടമായാലും സന്തോഷമായാലും എല്ലാം നമ്മൾ പങ്കുവെക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നമുക്ക് ചിന്തിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യം കൂടുതൽ വരില്ല. ഇതെന്ന് പറഞ്ഞാൽ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സങ്കടങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് വലിയ പ്രശ്നവും വലിയ ടെൻഷനും വലിയ സങ്കടം കൂടുതൽ ഉണ്ടാക്കുകയേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് മറക്കാൻ പാടില്ല എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങൾ ആലോചിച്ച്
ആലോചിച്ചിട്ട് മാത്രമേ എല്ലാവരോടും നിങ്ങൾ പറയാൻ വേണ്ടി പാടുള്ളൂ. എന്താണ് നമുക്ക് നമ്മുടെ വിഷമങ്ങൾക്കൊക്കെ വില തരുന്ന ആൾക്കാരോട് മാത്രം നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ സന്തോഷം പങ്കുവെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നന്നാവണം, നമുക്ക് നല്ലത് വരണം എന്ന് ഉള്ളവരോട് മാത്രം നമ്മളത് ചെയ്യുക. അല്ലാത്തവരോട് ഒരു കാരണവശാലും പറയാൻ വേണ്ടി നിൽക്കാൻ പാടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടി ഉണ്ടാവണം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.